മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. നമുക്ക് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ജാക്ക് ഗ്രീൻലിഷ് ഒഫീഷ്യൽ ആയിട്ട് എവർട്ടണിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കറിയാം 2021-22 സീസണിൽ 100 മില്യൺ കൊടുത്തിട്ടാണ് ആസ്റ്റൺ വില്ലയിൽ നിന്ന് സിറ്റി ഗ്രീൻലിഷിനെ കൊണ്ടുവരുന്നത്. അപ്പൊ പുള്ളി വന്നതിന് ശേഷം ഒരുപാട് എക്സ്പെക്ടേഷൻ സിറ്റി ഫാൻസിന്റെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. പക്ഷെ 150 പരം മത്സരങ്ങൾ കഴിഞ്ഞപ്പോ 17 ഗോളുകൾ മാത്രമാണ് ഗ്രീലിഷിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. ഒരുപാട് ഇഞ്ചുറി കൺസേൺസ് പുള്ളിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. ഇടക്കിടക്ക് പുറത്തു പോകുന്ന സിറ്റുവേഷൻ വന്നു. അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് സിറ്റിയിൽ കൊണ്ടുവരാൻ ഗ്രീലിഷിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പൊ ഡേവിഡ് മോയ്സ് പുള്ളിയെ ചിലപ്പോ പഴയ ഫോമിലേക്ക് ആക്കിയെടുക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അടുത്ത വർഷം വേൾഡ് കപ്പ് വരുന്നുണ്ട്. അപ്പൊ ഇംഗ്ലണ്ട് ടീമിൽ കയറി പറ്റേണ്ടത് ഗ്രീലിഷിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ദി മോസ്റ്റ് പ്രയോറിറ്റി ഉള്ള സംഭവം തന്നെയാണ്. എന്തായാലും 50 മില്യന്റെ ഒരു ബൈ ക്ലോസ് കോൺട്രാക്റ്റിലുണ്ട്. 1 വർഷത്തെ ലോണിലൂടെയാണ് ഇപ്പൊ ഗ്രീലിഷ് എവർട്ടണിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. 100 മില്യന്റെ പ്ലെയർ 3 വർഷം കഴിഞ്ഞപ്പോൾ 50 മില്യണിലേക്ക് വന്നു. നന്നായിട്ട് ഒരു 15-20 ഗോൾസ് ഒക്കെ സ്കോർ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു 120-130 മില്യൺ ഒക്കെ വിൽക്കാൻ സാധ്യത ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലെയർ ആയിരുന്നു ഗ്രീലിഷ്. അത് മാത്രമല്ല, സിറ്റിയിൽ നിന്നും സവീഞ്ഞോ ടോട്ട്നാമിലേക്ക് പോകും എന്നുള്ള ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. 50 മില്യന്റെ ഒരു ബിഡ് നമ്മൾ ഒഫീഷ്യലായിട്ട് സിറ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പെപ്പിന്റെ സൈഡിൽ നിന്ന് ആദ്യം പുള്ളി സവീഞ്ഞോയെ കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സവീഞ്ഞോ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയെ തടയില്ല എന്നാണ് ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ 50 മില്യൺ പോരാന്നാണ് സിറ്റി ഇപ്പൊ പറയുന്നത്. നമ്മൾ മോർഗൻ ഗിബ്സ് വൈറ്റിന് വേണ്ടിയിട്ട് 60 മില്യൺ വരെ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 60+ ആഡോൺസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സവീഞ്ഞോയെ കൊണ്ടുവരാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പുള്ളിയുടെ പേസും ഡ്രിബിളിംഗ് എബിലിറ്റിയും ടോട്ടനം പോലുള്ള ഒരു ടീമിൽ വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. കാരണം കൗണ്ടറിലൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത് സവീഞ്ഞോയുടെ അട്രിബ്യൂട്ടുള്ള പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്രോസുകൾ അല്ലെങ്കിൽ പാസസ് ഒക്കെ പോസ്റ്റിലേക്ക് എത്തിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഡീല് നടക്കുമെന്ന് അറിയില്ല. എന്തായാലും നെക്സ്റ്റ് മൂവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് എസ്സയുടെ മൂവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. സ്പേഴ്സ് എസ് എ ക്യാമ്പ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചെയ്ത ഒരു മണ്ടത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ റിലീസ് ക്ലോസ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് എക്സ്പയർ ആയത്. ക്രിസ്റ്റൽ പാലസുമായിട്ടുള്ള കഴിഞ്ഞ കളി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു പെർഫോമൻസ് ആണ് എസ്ഐയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. പുള്ളിയെ പോലെ ഫിസിക്കലായിട്ട് ലെഫ്റ്റ് വിങ് കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റാക്കിംഗ് മിഡ് കൊണ്ടുവരാം. അവിടെ നല്ല രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ ക്രിസ്റ്റൽ പാലസ് ഇപ്പോൾ എത്ര പൈസ ചോദിക്കുന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം ഒരു 60-65 മില്യന്റെ അടുത്ത് ഒരു എമൗണ്ട് എന്തായാലും അവർ ചോദിക്കും. ചിലപ്പോൾ ആഡോൺസ് ഒക്കെ കൂടി അതിന് മോൾ പോകാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഈ 2 സൈനിങ് കൂടി വന്നിട്ടുണ്ടെങ്കിൽ സ്പേഴ്സിന്റെ സ്ക്വാഡ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും ഡാനിയൽ ലീവിയെ സംബന്ധിച്ചിടത്തോളം ഈ 2 ഡീലുകൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതായിരിക്കും വിൻഡോ തീരുന്നതിന് മുമ്പ് പുള്ളി എടുക്കേണ്ട ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് PSG ഗോൾ കീപ്പർ ആയിട്ടുള്ള ഡൊണറുമ്മ PSG വിടുന്നു എന്നുള്ള വാർത്ത ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. മാഞ്ചസ്റ്റർ സിറ്റി പുള്ളിയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ഈ വാർത്ത ഡേവിഡ് ഓൺസ്റ്റിനൊക്കെ കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ യുണൈറ്റഡും ഡൊണറുമയ്ക്ക് വേണ്ടി നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. ഡൊണറുമയെ സംബന്ധിച്ചിടത്തോളം പ്രീമിയർ ലീഗ് തന്നെയാണ് പുള്ളിയുടെ ഡെസ്റ്റിനേഷൻ. എഡേഴ്സൺ ഗലാറ്റസറായിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോഴും കൺഫേം അല്ല. ആദ്യം പുള്ളി പോകുമെന്ന് പറഞ്ഞു, പിന്നീട് പോകുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോ വീണ്ടും ഗലാറ്റസറായി ഒഫീഷ്യലായിട്ട് പുള്ളിയെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ള കാര്യം 5 മിനിറ്റ് മുമ്പാണ് ഫബ്രീസിയോ റൊമാനോ കൺഫേം ചെയ്തിട്ടുള്ളത്. എന്തായാലും എഡേഴ്സൺ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഡൊണറുമ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പെപ്പ് വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. ഒനാനയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് യുണൈറ്റഡ് ചിലപ്പോൾ പുള്ളിയാനുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു ബിഡിങ് റൈസിലേക്ക് കാര്യങ്ങൾ പോകുന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ സവീഞ്ഞോ ഗ്രീലിഷും സിറ്റിയിൽ നിന്ന് പോകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നോക്കാൻ പോകുന്നത് മറ്റാരുമല്ല
റോഡ്രിഗോ തന്നെയാണ്. ഇപ്പോൾ റയലിൽ നിന്ന് റോഡ്രിഗോ കൊണ്ടുവരാനുള്ള ഒരു പരിപാടിയൊക്കെ സിറ്റി തുടങ്ങിക്കഴിഞ്ഞു. പെപ്പിന്റെ ഷോർട്ട് ലിസ്റ്റിലുള്ള ഒരു പ്ലെയറാണ്. പെപ്പ് വളരെയധികം അഡ്മയർ ചെയ്യുന്ന ഒരു പ്ലെയറാണ് റോഡ്രിഗോ. റൈറ്റ് വിങ്ങിൽ അവർക്കൊരു വീക്ക്നെസ് ഉണ്ടായിരുന്നു. ആ വീക്ക്നെസ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു പ്ലെയറിന് കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതൊരു ലോൺ ഡീൽ ആയിരിക്കുമോ അല്ലെങ്കിൽ ഒരു പെർമനന്റ് ഡീലിലൂടെ റോഡ്രിഗോയെ വാങ്ങിക്കുമോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം 100 മില്യൺ അടുത്തുള്ള ഒരു പൈസ എന്തായാലും റയൽ ചോദിക്കും. സിറ്റിക്കാണെങ്കിൽ പൈസക്ക് വലിയ പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. പക്ഷെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പെപ്പ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി സിറ്റിയുടെ മാനേജ്മെന്റ് ആണ് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് മറ്റൊരു അപ്ഡേറ്റ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇസാക്ക് പബ്ലിക് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്തി. പുള്ളിക്ക് ന്യൂകാസിൽ യുണൈറ്റഡിന് കളിക്കാൻ താല്പര്യമില്ല. പുള്ളി എന്തായാലും ഈ സമ്മറിൽ മറ്റൊരു ക്ലബിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നു എന്നൊക്കെ കാര്യമൊക്കെ പുള്ളി ഓപ്പൺ ആയിട്ട് പറഞ്ഞു. മാനേജ്മെന്റും ഇസാക്കുമായിട്ട് ഉടക്കിയിട്ടുണ്ട്. ലിവർപൂള് മറ്റൊരു ബിഡ് സബ്മിറ്റ് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഈ 120 മില്യൺ വാങ്ങി ലിവർപൂളിന് പുള്ളിയെ വെക്കുക, അല്ലെങ്കിൽ പുള്ളിയുടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ. എന്തായാലും ഇത്രയ്ക്കും പൈസ ഓഫർ ചെയ്ത സ്ഥിതിക്ക് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോവില്ല. അല്ലെങ്കിൽ അവർക്ക് അഡമന്റ് ആയിട്ട് കോൺട്രാക്ട് തീരുന്നത് വരെ പുള്ളി വെച്ചുകൊണ്ടിരിക്കാം. അതുകൊണ്ട് യാതൊരു അഡ്വാൻറ്റേജും ഇല്ല. ഇപ്പൊ ന്യൂകാസിൽ എന്തായാലും ഈ സമ്മർ വിൻഡോ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ലിവർപൂളിന്റെ പുതിയ ഓഫർ ആക്സെപ്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ലിവർപൂള് മറ്റൊരു പ്ലെയറെ കൂടെ നോക്കുന്നുണ്ട് എന്നുള്ള വാർത്തയൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.